ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് ആവശ്യം മുട്ടയും മൈദയാണ് നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 5 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത്, ഇത് ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക. നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടുന്നത് വരെ നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുള്ള കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നന്നാക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒഴിച്ചത് സൺഫ്ലവർ ഓയിലാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരിയും നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് റോസ്റ്റായി വരുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഒഴിച്ചിട്ട് ചിക്കി എടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ ഇതാ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അത്യാവശ്യം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സിയിൽ നിന്ന് പകുതി ഒഴിച്ചിട്ട് നന്നായിട്ട് ചിക്കി എടുക്കുകയാണ്. ഇനി നമ്മുടെ മുട്ടയുടെ ബാക്കി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നാക്കി ഇളക്കിയിട്ട് എടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് വേറിട്ട് കിട്ടണം. ഇപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത കസ്കസ് കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് കസ്കസ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ മുട്ടയുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കണം. ഇനി നമുക്ക് ദോശയ്ക്കുള്ള മാവ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.25 ഗ്ലാസോളം മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കണം. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് ഈ മാവ് നന്നാക്കി അടിച്ചെടുക്കണം. ഇത് അടിച്ചെടുത്ത് ടൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു പരുവത്തിൽ അടിച്ചെടുക്കണം. നമുക്കൊരു മൈദദോശ ഒക്കെ ചുടുന്ന അതേ കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് വേണ്ടത്. ഒരുപാട് കട്ടിയും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിലാണ് നമുക്ക് ഇതിന്റെ മാവ് വേണ്ടത്. ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ പരത്തിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ദോശ മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇതെടുത്തൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മാവ് മുഴുവനും ഇതുപോലെ പരത്തിയെടുക്കാം. മൈദ കുഴച്ച് പരത്തി പത്തിരി ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മാവ് ഉണ്ടാക്കി ദോശ ചുട്ടെടുത്താൽ പെട്ടെന്ന് തന്നെ ചട്ടിപ്പത്തിരി റെഡിയായി കിട്ടും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇത് മുക്കാൻ വേണ്ടിയിട്ട് ഒരു 4 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഓരോ ദോശയും ഇതിൽ മുക്കിയെടുത്തിട്ടാണ് പത്തിരി സെറ്റാക്കി എടുക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പാത്രം ഏതാണോ ആ പാത്രം എടുത്ത് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക. ഇനി നമ്മൾ ചുട്ടു വെച്ചിട്ടുള്ള ദോശ ഓരോന്നെടുത്തിട്ട് ഈ മുട്ടയുടെ മിക്സിൽ മുക്കിയെടുക്കണം. ഇത് മുക്കിയെടുത്തിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇതുപോലെ നിവർത്തി വെച്ച് കൊടുക്കണം. ഈ ദോശ പാത്രത്തിൻ്റെ അല്പം ചെറുതായി പോയിട്ടുണ്ട്. നിങ്ങൾ ദോശ ചുടുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ അതേ വലിപ്പത്തിൽ ദോശ ചുടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ദോശയുടെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ദോശ ഇതുപോലെ തന്നെ മുട്ടയുടെ മിക്സിൽ മുക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് എത്ര ലെയർ ആണോ വേണ്ടത് അത്രയും ലെയർ ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മൾ ഉള്ള മാവിനും ദോശക്കും അനുസരിച്ചിട്ട് നമുക്ക് അത്രയും ലെയർ ചെയ്തെടുക്കാവുന്നതാണ്. ദോശ ഇട്ടെടുക്കുമ്പോൾ ചട്ടിപ്പത്തി നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കിട്ടുക. കഴിക്കാനൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഈ ദോശ മുക്കി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ബാക്കി വന്നിട്ടുള്ള മുട്ടയുടെ മിക്സ്
നമ്മൾ ഉണ്ടാക്കി വെച്ചതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് വേണ്ടത്. അപ്പൊ സൈഡൊക്കെ നന്നായിട്ട് കവർ ചെയ്ത് കിട്ടും. ഇനി നമുക്ക് സ്റ്റൗവിൽ വെച്ച് ഏകദേശം ഒരു 20 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. സ്റ്റൗവിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകൾ ഭാഗം കൂടി ഒന്ന് മറച്ചിട്ടിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ.